പെൻഷൻ പറ്റിയ ഒരു പോസ്റ്റ്മാൻ ആയിരുന്നു അച്ഛൻ. ഒറ്റ മോള്, പ്രീ ഡിഗ്രി വരെ പഠിച്ചു. അപ്പോഴേക്കും അച്ഛൻ തളർന്നു. വകയിലൊരമ്മാവൻ ഒരാലോചനയുമായി വന്നു. അകത്തേക്ക് പോകും. നാരായണൻകുട്ടി, ചേട്ടൻ ഇങ്ങോട്ട് വന്നു. ഗൾഫിൽ ഒരു പണി കിട്ടി നിൽക്കുകയാണ് നാരായണൻകുട്ടി. ചില്ലറയുടെ കുറച്ച് പ്രശ്നമുണ്ട്. NOC കൊടുത്ത ആളിന് കുറച്ച് പൈസ കൊടുക്കണം. പിന്നെ യാത്ര ചെലവ് അതൊന്ന് ഒപ്പിച്ചു കൊടുത്താ ഈ കല്യാണം നമുക്ക് നടത്താം. അവളും ഈ കുടുംബവും രക്ഷപ്പെടും. ചേട്ടനൊന്ന് ശ്രമിക്കേ. അച്ഛൻ വേറൊന്നും നോക്കില്ല. വീടും പറമ്പും പണയപ്പെടുത്തി. ഒരു മാസം ഒരുമിച്ച് താമസിച്ചു. അപ്പോഴേക്കും വിസയും കടലാസുകളും ശരിയായി. നിനക്കും കൂടി വേണ്ടിയല്ലേ രാധ ഞാൻ പോകുന്നത്? ഇന്നലെ വരെ നീയല്ലേ എന്നെ സമാധാനിപ്പിച്ചത്. ഇപ്പൊ കൊച്ചു കുട്ടികളെ പോലെ കരഞ്ഞാലോ? ഒരു കൊല്ലം, അത് കഴിഞ്ഞാൽ ലീവ് കിട്ടും, ഞാൻ പറന്നെത്തും. മിടിക്കായിട്ടിരിക്കേ. വേഗം കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. ചെല മൂന്ന് കത്തുകൾ വന്നു. സ്നേഹം കൊണ്ട് പൊതിഞ്ഞ വാക്കുകൾ. തിരിച്ചു വന്നാൽ പണിയാൻ പോകുന്ന ബംഗ്ലാവ്, വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ. പിന്നെ കത്തുകൾ വരാതെയായി. ഒരു കൊല്ലത്തോളം അന്വേഷിച്ചില്ലേ? എവിടെയാണെന്ന് കരുതി അന്വേഷിക്കാൻ. അയച്ച കത്തുകൾക്കൊന്നും മറുപടിയുമില്ല. പിന്നെ ഒടുവിൽ ഒരു ടെലഗ്രാം വന്നു. ഒരു കാർ അപകടത്തിൽ മരിച്ചെന്ന്. കടക്കാർ വീടും പറമ്പും ജപ്തി ചെയ്തു. അത് താങ്ങാനാവാതെ അച്ഛൻ പണ്ടേ പരിചയക്കാരനായ ഫാദറിന്റെ ദേഹം എനിക്കിവിടുത്തെ സ്കൂളിൽ അഭയം തന്നു. ഒരു വിധവയായി എല്ലാം വിധിയെന്ന് കരുതി ഞാൻ ഇവിടുത്തെ കുട്ടികളുടെ നടുവിൽ ജീവിച്ചു പോന്നു. ഒരു ദിവസം Indeed, Mr. Mehta, we are very grateful and we very much appreciate your generosity. Well, Mr. Mehta, I heard you are going to have some new venture. Yes. When are you going to start it? Very soon. Good. I'm sorry, Father. I was thinking something else. Anyway, nice to have met you. It's quite all right. Thank you. Okay, Father. फिर मिलेगा. ഫാദർ, ആരായിരുന്നു ഫാദർ അത്? Oh, Mr. Narayanan Mehta, famous industrialist, ബോംബെയിലെ കോടീശ്വരൻ. മേത്താജി അപ്പുറത്തെ ബംഗ്ലാവ് വാങ്ങി താമസമാക്കി. എ വെരി ജനറസ് മാൻ. നമ്മുടെ സ്കൂൾ ഫണ്ടിലേക്ക് വലിയൊരു തുക സംഭാവന നൽകാമെന്ന് നേരിട്ടുണ്ട്. साहब, एक मिनट. आपका लंदन टिकट? 2 दिन के बाद. മിസ്റ്റർ നാരായണൻകുട്ടി, എന്നെ മനസ്സിലായോ? രാധ,
ഖത്തറിൽ വെച്ച് കാർ അപകടത്തിൽ മരിച്ച നാരായണൻകുട്ടിയുടെ വിധവ. ദുബായിൽ പോകാൻ പണം കിട്ടിയാൽ കല്യാണം കഴിക്കാം, പിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം പറഞ്ഞ് വ്യാമോഹിപ്പിച്ച രാധമാർ വേറെ എത്ര പേരുണ്ട്? എത്ര കാർ അപകടങ്ങളിൽ നാരായണൻകുട്ടി മരിച്ചിട്ടുണ്ട്. ഇല്ല, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. വ്യവസായ പ്രമുഖനായ നാരായണൻ നേതാജി ഈ വേഷം ഇട്ടത് കൊണ്ട് മാത്രം നാരായണൻകുട്ടി ആള് മാറില്ല. നാരായണൻ നേതാജി നാരായണൻകുട്ടിയാണെന്ന് തെളിയിക്കാൻ ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ കഴിയൂ. എനിക്ക്. ഞാനത് ചെയ്യും. നിങ്ങളുടെ ഈ മുഖംമൂടി ഞാൻ ചീന്തി അറിയും. നിനക്കെന്താണ് വേണ്ടത്? നിങ്ങൾ എനിക്ക് തന്നത് ഒരു താലിയാണ്. നിങ്ങളുടെ മരണം അത് തിരിച്ചെടുത്തു. അത് മടക്കി തരാൻ നിങ്ങൾക്കാവുമോ? ആ താലിയെ വിശ്വസിച്ചതിന്റെ പേരിൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരാനാവുമോ? ഇല്ല. നാരായണൻകുട്ടിയുടെ മരണത്തിന്റെ മറവിൽ നിങ്ങൾ കുഴിച്ചു മൂടിയ കുറ്റങ്ങളെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും. ആ മറവിൽ നിങ്ങൾ നേടിയ ഈ നേട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇന്നലകൾക്ക് ഓരോന്നിനും നിങ്ങൾ കണക്ക് തീർക്കേണ്ടി വരും. ഐ വിൽ മേക്ക് യു ആൻസർ ഫോർ എവറിത്തിങ്. മനസ്സിലായില്ല? നാരായണൻകുട്ടിയുടെ ഭാഷയെ പറയാം. നിന്നെ കണ്ടാവാന്ന് അങ്ങ് ചെയ്തോടി പെണ്ണേ. ഒന്ന് നിൽക്കൂ. എല്ലാം ഞാൻ കേട്ടു. ഞാനും മറ്റൊരു രാധയാണ്. എന്റെ അച്ഛന്റെ ഖത്തറിലെ കമ്പനിയിലെ ഏജന്റായിരുന്നു നാരായണൻകുട്ടി. ഒരു കാർ അപകടത്തിൽ അച്ഛൻ മരിച്ചു. ഞാൻ ഈ അവസ്ഥയിലുമായി. വിശ്വസ്തരായ മറ്റാരുമില്ലായിരുന്നു നോക്കി നടത്താൻ. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആ മനുഷ്യനെ എനിക്ക് ആശ്രയിക്കേണ്ടി വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയും മുൻപേ അയാൾ എന്നെ സ്വന്തമാക്കി. എനിക്കുള്ളതെല്ലാം അയാളുടെ പിടിയിലുമായി. ആത്മഹത്യ ചെയ്യാൻ മനോധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നേ ഞാൻ പകവീട്ടരുതെന്ന് പറയാൻ അർഹതയില്ല. പക്ഷേ മനസ്സിൽ കരുതിയതെല്ലാം ഉരുകി ഒലിച്ചുപോയി. പാവം കൗസല്യ. അവളെ നഷ്ടപ്പെടുത്തിയിട്ട് ഒന്നും നേടാൻ വയ്യ. പക്ഷേ മോഹിച്ചു വിട്ടത് പാമ്പിനെയാണ്. പത്തി വിടർത്തി അതാഞ്ഞു കൊത്തും. ഒരിക്കൽ കൂടി അയാളുടെ കാൽക്കീഴിൽ കിടന്നറിയാൻ വയ്യ. കൗസല്യക്കില്ലാതെ പോയ ധൈര്യം ഞാൻ ഉണ്ടാക്കിയെടുത്തു. ജീവിതം അവസാനിപ്പിക്കാൻ അതിന് നിങ്ങൾ എന്നെ അനുവദിച്ചില്ല. എന്തിന്? എന്തുകൊണ്ട്? ഐ ഓ യു ആൻ ആൻസർ. പക്ഷേ ഒരു ഉത്തരം പറയാൻ എനിക്കല്പ സാവകാശം വേണം.